റോഡ് സേഫ്റ്റി അവയർനെസിനെ കുറിച്ച് ഈ റോഡ് സേഫ്റ്റി അവയർനെസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. റോഡിന്റെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? അറിയാമോ? നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഇവിടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് റോഡിന്റെ നിയമങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടാണ്. പിന്നെ ഇത് എപ്പോൾ പാലിക്കണം, എങ്ങനെ പാലിക്കുന്നത് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ. കണക്കുകൾ പറയുന്നത് ലാസ്റ്റ് വർഷം മാത്രം കേരളത്തിൽ നിന്ന് റോഡ് ആക്സിഡന്റ് മാത്രമേ ഒരു 3000 പേരും മരണപ്പെട്ടിട്ടുണ്ട്. 46,000 പേര് പരിക്കേറ്റും ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ കണക്ക്. ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. വാഹനം ഓടിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ആക്സിഡന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ ഇതിൽ 6 വർഷം ചികിത്സ ശേഷം പലപ്പോഴും ഈ രോഗപരമുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും 2 പേരുണ്ടാവും വാഹനം ഓടിക്കാതെ. അതിലാരും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് തെറ്റുണ്ടായെന്ന് സമ്മതിക്കില്ല. ഞങ്ങളാരും സമ്മതിക്കാത്ത കാരണമാണ് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, വാഹനം ഓടിച്ച മറ്റൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അതോടുള്ളത്. ഇതാണ് നമ്മുടെ സ്ഥിരം ബലം. പക്ഷെ കണക്കുകൾ പ്രകാരം പറയുന്നത് റോഡിൽ നടക്കുന്ന ആക്സിഡന്റിൽ 80% ഉള്ള കാരണമാണ് ആളുകളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. കാരണം നമ്മളൊരു വാഹനം, കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ, 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുക, അതായത് നോർമൽ സ്പീഡ്. ആ സ്പീഡിൽ ഓടിക്കുമ്പോൾ ആ വാഹനം 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ പാസ് ചെയ്യും. അതാണ് നമ്മുടെ മാക്സിമം. ആ വാഹനം 1 സെക്കൻഡിൽ 16 മീറ്റർ പാസ് ചെയ്യും. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ 1 സെക്കൻഡിൽ ആ വാഹനം 16 മീറ്റർ പാസ് ചെയ്യും. അപ്പൊ അത്രമാത്രം ശ്രദ്ധയോടെ വേണം നമ്മൾ വാഹനം ഓടിക്കാനുണ്ട്. ഈ 1 സെക്കൻഡിലായിരിക്കും നമുക്കൊരു ഫോൺ കോൾ വരിക. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എല്ലാ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്. പക്ഷെ പല ആൾക്കാരും വാഹനം ഓടിക്കുമ്പോൾ ഒരു കൈ ഉപയോഗിക്കും. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഇങ്ങനെ പോകാം, തലയിൽ. അത്രയും ദൂരം വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഈ മൊബൈലിൽ വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം? സംസാരിക്കണം, നമ്മളത് കേൾക്കണം, പ്ലസ് ഡ്രൈവിങ്ങിൻ്റെ കൂടെ റോഡ് കാണുകയും. ഈ 3 സെൻസസ് ഒരേ രീതിയിൽ അറ്റ് സിംഗിൾ ടൈമിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കോഡിന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുക. ഇത് 3 ഒരേ രീതിയിൽ ഒരു മനുഷ്യർക്കും സെയിം ടൈമിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പല ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത്. ഇപ്പോഴും ഓടിക്കുന്നുണ്ട്, ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ വാഹനത്തിന് ചെക്കിങ്ങിനാണ് റോഡിൽ നിൽക്കുന്നത്. റോഡിലെ പോലീസുകാർ വാഹനം പരിശോധിച്ച് നിൽക്കുന്നതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മുതിർന്നവരായ കുട്ടികളാണ്. പ്രത്യേകിച്ച് പണ്ട് നമ്മൾ കേട്ട് വരുന്നത് സംഗതിയാണ്, മാസാവസാനമായിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങി പിടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു. എനിക്കറിയാം, ഞാൻ പോലീസ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമല്ല. നമ്മൾ റോഡിൽ പോലീസിനെ കാണുമ്പോൾ ആദ്യത്തെ 1-2 വാഹനത്തിൽ നമുക്ക് ഒഫൻസ് വരും. എന്തെങ്കിലും ഹെൽമെറ്റിൻ്റെ കാറ് വരും, കാറ് വരും, ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രാഫിക് വയലേഷൻ്റെ ഒഫൻസ് നോക്കിയിട്ട് പിന്നീട് ആ റോഡിൽ വരുന്ന ഒറ്റ വണ്ടിക്കും ട്രാഫിക് വയലേഷൻസ് ഉണ്ടാവില്ല. കാരണം എന്താ? ഇത്രയും സ്നേഹമുള്ള നാട്ടുകാരും സഹോദരന്മാരും അവന് പെറ്റി കിട്ടിയാണ് അവർ അപ്പുറത്തേക്ക് ഞാൻ വിളിച്ചു പറയും. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റ് കിട്ടും, നല്ലതായിരുന്നു. പക്ഷേ പോലീസിന്റെ ചെക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ ഹെൽമെറ്റ് എടുത്ത് മാറ്റി നീ ഹാൻഡിൽ കൊടുക്കും, നീ വണ്ടി പുറകെ കൊടുക്കും, നീ പുറകെ ഇങ്ങനെ കൊടുക്കും. അതുപോലെ സീറ്റ് ബെൽറ്റ് ആയി. ഞാനത് പറയാനുള്ള സാഹചര്യം, നമ്മൾ പോലീസിനെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് മറ്റാരെങ്കിലും അനുസരിക്കുന്നതല്ല ട്രാഫിക് നിയമം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശീലിച്ചു പോകുന്ന ഉത്തരവാദിത്തമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത്. അത് കൃത്യമായിട്ട് പാലിക്കാത്തതിൻ്റെയാണ് നമ്മൾ ഇത്രയും അധികം ആക്സിഡൻറ്റുകൾ. ഈ കഴിഞ്ഞ 1 മാസം, കഴിഞ്ഞ 2 ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഡോക്ടർമാർ മരിച്ചു, കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി 4 പേര് മരിച്ചു. ഇതിൻ്റെയൊക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് അന്വേഷിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം മനസ്സിലാവുന്നത് അശ്രദ്ധ തന്നെയാണ് ഒരു പരിധിവരെ. 7 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വാഹനത്തിൽ 12 പേര് കയറി യാത്ര ചെയ്തപ്പോൾ ആ വാഹനത്തിൽ താങ്ങാവുന്ന മാക്സിമം കപ്പാസിറ്റി അതിന് 7 പേരാണ്.
7 പേരെ കൂടി ഇത് കൂടാണ്ട് ബാക്കി 5 പേരുടെ വാഹനത്തിലുണ്ട്. വാഹനത്തിൽ ടോട്ടൽ കണ്ടീഷൻ നഷ്ടപ്പെടും. വാഹനത്തിന്റെ ബ്രേക്കിംഗ് കുറയും, വാഹനം വളവ് തിരിക്കുമ്പോൾ കൂടുതൽ സമയം തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് വാഹനങ്ങളാണ്. ഇത് മനസ്സിലാക്കി വേണം നമുക്ക് വാഹനത്തിൽ എത്ര ആൾക്കാരെ കയറ്റണം. ഒരിക്കലും വാഹനത്തിൽ ഓവർലോഡ് ചെയ്യരുത്. ഓവർലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഉണ്ടാകുന്ന ആക്സിഡന്റിൽ മരണസാധ്യത വളരെ ഹൈ ആണ്. നമുക്ക് ഫ്രണ്ടിൽ രണ്ടോട്ട് സീറ്റൊക്കെ ഉണ്ടാവും, ബാക്കി ഇരിക്കുന്ന സീറ്റ് ഉണ്ട്, വണ്ടി അങ്ങോട്ട് മാറിയിട്ടില്ല. നമ്മുടെ തലകൾ പരസ്പരം ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പോക്കത്തമാണ്. നമ്മുടെ തല പോയി ഡോറിന്റെ വീഴ്ച ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പോക്കത്താണ്. അതുകൊണ്ടാണ് വാഹനത്തിൽ ഓവർലോഡ് കയറ്റി പോകരുത്. ഞാനൊരു സ്ഥിരമായിട്ട് ഇവിടെ വെഹിക്കിൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാരണം ഇവിടെ വരെ പോകുന്നത്, അത്ര വരെ പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളത് അങ്ങനെയല്ല, നിങ്ങൾ എവിടെ പോയതാണെങ്കിലും ഹെൽമെറ്റ് വെക്കണമെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് അവിടെ വെക്കുന്നത് ശക്തി. അപ്പോൾ അയാൾ അതിന് ഒരു ചോദ്യങ്ങൾ ഈ നാട്ടിൽ ഇതാണ് വെക്കുന്നത് കിട്ടുക. ഇവിടെ കഞ്ചാവില്ല, ഇന്ത്യയിലില്ല, കള്ളുവച്ചോടില്ല, അതൊക്കെയില്ലേ, ഇതൊന്നും ഇല്ലാതെ പോലീസൊന്നും പറയില്ല. പക്ഷെ ഇതും ഈ നാട്ടിലുണ്ട്. നിങ്ങൾ പാലിക്കേണ്ടതായ നിയമങ്ങൾ ഈ നാട്ടിൽ കൃത്യമായിട്ട് പാലിക്കുമ്പോൾ അത് മുതിർന്നവരാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി. പോലീസ് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ശത്രുത അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഏറ്റുവാദം കാണുവാണ് വീട്ടിൽ വാഹനം. ഒരു കാരണവശാലും ഞാനിതുവരെ വളരെ ശ്രമിച്ചത് അനാവശ്യമായിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കും. അയാളുടെ വാഹനത്തിൻ്റെ ഡോക്യുമെന്റ്സ് വെക്കുകയാണ്, വാഹനത്തിന് എന്നിട്ട് ധരിച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ചെടുത്തിട്ടുണ്ട്, അതൊരു മാന്യമായിട്ട് പോയിട്ട് പോകാൻ പറ്റും. അതല്ല ഉള്ള കേസുകളിലാണ് നമ്മൾ ഫൈൻ കൊടുക്കുന്നത്. ഫൈൻ കൊടുത്താൽ പിന്നെ നമ്മളെ പറ്റില്ല. നാടുകളുടെ കുറേ നമ്മളിത് സ്ഥിരം കേൾക്കുന്നത്. പക്ഷേ ഇത് അയാളുടെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന വ്യക്തി പ്രശ്നമാണ്. അതിൻ്റെ പ്രശ്നം അയാൾ ഹെൽമെറ്റ് വെക്കാതെ പോയി ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ ആക്സിഡന്റ് എല്ലാം പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് കുട്ടികളാണ് പറയുന്നത്. നിങ്ങളിനി വളർന്നു വരുമ്പോൾ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ബൈക്ക് വരുന്നു. ബൈക്കുകൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന മിനിമം സി സി 150 cc വരെ ഡ്യൂക്ക്, LG, നിങ്ങളുടെ വണ്ടി ജോണിവാട് അങ്ങനത്തെ വണ്ടികളെല്ലാം കുട്ടികൾ എടുക്കാൻ പറ്റും. നിങ്ങൾ വാഹനം എടുക്കുന്നതിന് പവർ കൂടിയ വണ്ടി എടുക്കുന്നതിന് എഴുതിയിട്ട് ആർക്കും എതിർപ്പില്ല. പക്ഷെ വാഹനം ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സെക്യൂരിറ്റി ഇല്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹെൽമെറ്റ്. ഹെൽമെറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞേ? എന്താ അതിന്റെ പർപ്പസ്? പോലീസ് പിടിക്കാതിരിക്കാണോ? അങ്ങനെ ഒരിക്കലും കരുതരുത്. ഹെൽമെറ്റ് വളരെ ഒരു സേഫ്റ്റി എത്തിക്കുന്നത്. കാരണം അതിന്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിലാണ്. നമ്മൾ തലയിടിച്ച് റോഡിലേക്ക് വീഴുമ്പോൾ തലയുടെ ഏത് ഭാഗമാണ് ഇരിക്കുന്നത് ഒരു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവുക, പരിക്കുണ്ടാവുക. ഒരു ഹെൽമെറ്റ് നമ്മുടെ തലയുണ്ടെങ്കിൽ നമ്മൾ തല ഇടിച്ച് വീഴുമ്പോൾ ആ ഏത് ഭാഗത്താണ് വീഴുന്നത് ആ ഫോഴ്സ് ആ ഹെൽമെറ്റിന് മൊത്തത്തിലാകെ കിട്ടും. കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം ആ ഫോഴ്സ് കിട്ടുന്നത്. ഈ തലയുടെ ബാക്ക് സൈഡിലാണ് ഇവിടെ നിന്ന് ആ ഫോഴ്സ് ഹെൽമെറ്റ് മൊത്തം വ്യാപിക്കും. അത് പ്രത്യേക ഘടനയിലാണ് ഹെൽമെറ്റ് നിർമ്മിക്കുന്നത്. മനസ്സിലായോ? അതായത് വെറുതെ നിങ്ങളുടെ തല സേവ് ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ നിർമ്മാണത്തിൽ കൃത്യമായ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ചെയ്ത് വരുമ്പോൾ അത് എല്ലാ ഭാഗത്തും വ്യാപിക്കുകയും ആ ഫോഴ്സിന്റെ പവർ കുറയുകയും ചെയ്യും. അതാണ് ഹെൽമെറ്റ് പർപ്പസ്. അപ്പൊ നിങ്ങൾ ഈ വാഹനം എടുത്ത് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ വാഹനം കൊണ്ട് പുറത്ത് പോകുമ്പോൾ പറയുക ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ ജീവൻ രക്ഷിക്കും. തലയ്ക്കുള്ള ഇഞ്ചുറിയാണ് നമ്മുടെ ഈ റോഡ് ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണം. ഞങ്ങൾക്ക് കുറേ റോഡ് ആക്സിഡന്റ് കേസുകളാണ്. നമുക്ക് എൻസിയോടെ പോകുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഒന്നാമതാണ് എൻസിയോട്. എൻസിയോടിൽ പല ആക്സിഡന്റിൽ നമ്മൾ ഇൻഫെക്ഷൻ അയാൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടെങ്കിൽ അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ബോഡിക്ക് പോയിട്ട് ബോഡി ഫ്രാക്ചർ അതിനെ ഇൻവെസ്റ്റ് പറയാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ ദേഹത്തിന് യാതൊരു ഇഞ്ചുറി ഉണ്ടാവില്ല. അതിനുള്ള ചെറിയ മുറിവ് ഉണ്ടാവില്ല. പക്ഷെ ഹെഡ് ഇഞ്ചുറി ഭയങ്കര ഡീപ്പാണ്. തലയ്ക്കുള്ള ഇഞ്ചുറി. തല വളരെ പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ള സാധ്യതയുള്ള ഒരു നമ്മുടെ ഭാഗമാണ്. തലയ്ക്കുള്ള ഇഞ്ചുറിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ റിക്കവർ ചെയ്യാൻ സാധ്യതയാണ്. ഇതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. ഹെൽമെറ്റ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പിന്നെയും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കുന്നത്. കാരണം നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റി നിങ്ങൾ മരിച്ചുപോയ പോലീസ് എന്താണ് പ്രശ്നങ്ങളല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പോലീസിന് ഉത്തരവാദിത്തം. അതിനുവേണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ ഡ്യൂട്ടികൾ ചെയ്യുന്നത്.
ഇത് ഈ നിയമം എല്ലാവർക്കും അറിയാം, ഇത് പാലിക്കണമെന്നറിയാം. എന്നാൽ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നിയമം പാലിക്കാണ്ടിരിക്കുമ്പോഴാണ് എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ കഴിഞ്ഞ് ഇവിടെ വരെ പോവാം, അവിടെ വരെ എവിടെ വരെ പോവാം, കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ്, നിങ്ങൾ വാഹനം എടുക്കുക, വാഹനം ഓടിക്കുക, ഇവരൊന്നും ആർക്കും കൊടുക്കുന്നു. പക്ഷേ കൃത്യമായ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായ രീതിയിൽ സേഫ്റ്റി യൂണിറ്റ് ഉപയോഗിച്ച് വേണം വാഹനങ്ങൾ ഓടിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിലെ പേരൻസിനും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിലാണ്. ഒരു ആക്സിഡന്റ് നമുക്ക് ഉണ്ടായി നമ്മൾ മരണപ്പെട്ട് പോയില്ലാതെ കാരണം നമുക്ക് ബെഡിൽ നിന്നിട്ട് കുറേ അധികം ചെയ്യും. ആ ടൈമിൽ നമ്മുടെ സ്വയം ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാകും. ഇതൊരു ഗ്രാമത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പല കുട്ടികളും ഇപ്പോഴും ബെഡിൽ തന്നെ വർഷങ്ങളായിട്ട് വാഹനം തിരിച്ച് വാഹനം ഓടിക്കാൻ വേണ്ടി പുതിയ വാഹനം മേടിച്ച് ഓടിക്കുന്ന പ്രായത്തിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുന്നത്, ആക്സിഡന്റ് കൂടിപ്പോയിട്ടുണ്ടാവും. അതിലവർ കോമാ സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. ഈ ജീവിതകാലം മൊത്തം അവരുടെ ഫ്രണ്ട്സ് പുറത്ത് ആഘോഷിക്കുമ്പോൾ നമ്മൾ വെട്ടിക്കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൃത്യമായ ഉത്തരവാദിത്തത്തോടെ മാത്രം വാഹനം ഓടിക്കുക. നിങ്ങൾ വാഹനം ഓടിക്കുന്നത് മാത്രം ശിക്ഷയല്ല. റോട്ടിൽ കൂടി ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ റോഡിൽ പണിക്ക് കുറേ ആളുകൾ സാധാരണ വാഹനമില്ലാത്ത കുറേ ആൾക്കാർ നമ്മൾ അറിയുന്നത്. അവർ രാവിലെ അറിയുമ്പോൾ ഒരു വീട്ടിൽ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, കുട്ടികളായിരിക്കും, വെള്ളത്തിനായിരിക്കും. ഒരു വഴിക്ക് വീട്ടിലെത്തി നോക്കി കുറേ ആളുകൾ കാത്തിരിക്കുന്നത്. നിങ്ങളെ ഒരു അശ്രദ്ധ കാരണം ഈ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കലും നമുക്ക് അപകടം പറ്റി പോയിട്ട് നമ്മുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ ജീവൻ പോവുകയോ അവർക്ക് എന്തെങ്കിലും വൈകല്യം സംഭവിക്കുകയോ ഇതിൻ്റെ ബാക്കി പുസ്തകമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ അച്ഛനും അമ്മയ്ക്കും വളരെ ബുദ്ധിമുട്ടുകൾ. നിങ്ങളെല്ലാം രാവിലെ സ്കൂളിലേക്ക് നിങ്ങൾ തിരിച്ച് വരുമ്പോൾ പ്രതീക്ഷയുള്ള പേരൻസ് എന്തിനാണ് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ പേരൻസും ഉണ്ട്. എൻ്റെ പേരൻസിനാണെങ്കിൽ ഞാൻ ജോലിക്ക് പോയാൽ തിരിച്ച് വൈകിട്ട് വിളിക്കട്ടെ, എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് സുരക്ഷിതമായിട്ട് തിരിച്ച് വിളിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. വേറെ ഒരാളുടെ അശ്രദ്ധ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുക അവർക്ക് അത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വാഹനം ഓടിക്കുന്നത് കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുക. ഓവർ സ്പീഡിങ് ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്ക് ഓവർ സ്പീഡിൽ താല്പര്യം ഇവിടെ വാക്കുകളും കാര്യങ്ങളും കേരളത്തിലുണ്ട്. നിങ്ങൾ ആ രീതിയിൽ ചെയ്യും. നിങ്ങൾക്ക് റേസ് നടത്താം, സ്റ്റണ്ടിങ് നടത്താം, എല്ലാത്തിനും അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് അതേപോലെ അതൊക്കെ പോലീസ് നമുക്ക് അതിൽ വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല. റോഡ് ഈ ബൈക്സും ബൈക്സുകളും ഓടുകയും നടത്തുന്നത് വളർന്നു വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും വാഹനം ഓടിക്കുന്നതാണ്. കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കാൻ നോക്കുക. റോഡ് സേഫ്റ്റി യൂണിറ്റ് ഓരോ സ്കൂളിൽ നിയമം ഇതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുക. മലയാളത്തിൽ സ്കൂളിൽ എല്ലാ ആളുകളും നമുക്ക് പ്രോഗ്രാംസ് ഔപചാരികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതായി റോഡ് സേഫ്റ്റി യൂണിറ്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രൊജക്ട് റിലീഫ് SI ജോസി ജോൺസൺ സാറിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ വാർഡ് മെമ്പർ ക്ഷണിക്കുന്നത്.